നമസ്കാരം, ഞാൻ ഡോക്ടർ ഷൈന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടോൺസിൽ സ്റ്റോണിനെ കുറിച്ചാണ്. ഇതിനെ ടോൺസിലോജിക്സ് എന്നും പറയും. ടോൺസിൽ ക്രിവൈസസിന്റെ അവിടെ ചെറിയ ഹാർഡായിട്ടുള്ള ഒരു വൈറ്റ് ലംബ് ഫോം ചെയ്യുന്നതിനെയാണ് ടോൺസിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഫുഡിന്റെ എന്തെങ്കിലും ഭാഗങ്ങൾ പോയിട്ട് തടയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഡെഡ് സെൽസോ അല്ലെങ്കിൽ ബാക്ടീരിയയോ കൊണ്ടൊക്കെയാണ് വരുന്നത്. ഇതവിടെ തങ്ങിക്കടന്നാൽ കുറച്ച് സമയം കഴിയുമ്പം അത് ഹാർഡാവുകയും അത് കാരണം വായനാറ്റം വരിക, അതുപോലെ തന്നെ തൊണ്ടയ്ക്ക് എപ്പോഴും ഒരു കരകരപ്പ് തോന്നുക, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയതുപോലെയൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കും. സാധാരണ ഇതൊരു ഹാംലെസ് കണ്ടീഷനാണ്. അത് നമുക്ക് സ്വയം മാനേജ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്. നമ്മുടെ ടോൺസിൽസിൻ്റെ സൈഡിലായിട്ട് കുറേ ക്രിപ്സ് ഉണ്ട്. ആ ക്രിപ്സിൽ പോയിട്ട് ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഡ് സെൽസോ മ്യൂക്കസോ ബാക്ടീരിയയോ ഇങ്ങനത്തെ എന്തെങ്കിലും സാധനം പോയിട്ട് അവിടെ അടിഞ്ഞു കൂടുന്ന ഒരു കണ്ടീഷനാണ്. ഈ ട്രാപ്പ് ചെയ്ത മെറ്റീരിയൽസ് കുറച്ച് കഴിയുമ്പം ഹാർഡൻ ആവും, എന്നിട്ട് അതൊരു സ്റ്റോൺ പോലെ ഫോം ചെയ്യും. ഫ്രീക്വൻ്റ് ആയിട്ട് ടോൺസിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നവർക്കും ഇത് കൂടുതലായിട്ടും കാണിക്കാറുണ്ട്. ടോൺസിൽ ക്രിപ്സ് ലാർജായിട്ട് വലുതായിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ ഓറൽ ഹൈജീന് വളരെ പുവറായിട്ട് നമ്മൾ ബ്രഷിങ്ങും നാവ് വടിക്കുന്നതും വായ ക്ലീൻ ചെയ്യുന്നതും ഗാർഗിളിങ്ങും ഒക്കെ കുറവുള്ള ആളുകൾക്കും കൂടുതലായിട്ട് കാണിക്കാം. അതിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന്, ഒരു ബാഡ് സ്മെല്ല് വായിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ തൊണ്ടൻ്റെ അവിടെ നമുക്ക് ജലദോഷമൊക്കെ ഉള്ള പോലത്തെ ഒരു സിറ്റുവേഷൻ, അതായത് നമുക്ക് അവിടെ ഒരു കരകരപ്പും ഒരു അസ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യുന്നത്, തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്നത് പോലെ തോന്നുക. കുറച്ച് കൂടുതൽ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ ഇറക്കുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് തോന്നുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചുമ വരിക, അതുപോലെ തന്നെ വായിൽ ബാഡ് ടേസ്റ്റ് വരിക. എപ്പോഴും നമുക്കൊരു വായിലൊരു ബാഡ് ടേസ്റ്റ് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതിന് നോർമലായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് സാൾട്ട് വാട്ടർ വെച്ച് ഗാർഗിൾ ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക, ബ്രഷ് ചെയ്യുക, ഫ്ലോസ് ചെയ്യുക, പല്ലും വായൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. നമുക്ക് അവിടെ തടച്ചിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, വിസിബിൾ ആയിട്ടുള്ള സ്റ്റോൺ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് പതുക്കെ അങ്ങ് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ക്ലോത്ത് കോട്ടൺ സ്വാബ് വെച്ചിട്ട് പതുക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കൂടുതലായിട്ട് എപ്പോഴും കണ്ടീഷൻ ഉണ്ട്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോക്ടറെ കാണിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഈ ക്രിപ്സ് ക്ലിയർ ചെയ്യുന്നതും അതുപോലെ അവിടെ സോഫ്റ്റ് ചെയ്ത് ക്ലിയർ ആക്കുന്ന പ്രൊസീജിയർ, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സും മെഡിസിൻസും ഒക്കെ ഉണ്ട് ഇതിന്. ഡോക്ടറെ കാണാൻ നിർബന്ധമാകുന്ന സിറ്റുവേഷന് ഒന്ന് വേദന, ഇൻഫെക്ഷൻ ഉണ്ടാവുക, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, വെള്ളം ഭക്ഷണമൊക്കെ ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, പനി വരിക, ടോൺസിൽസ് വീക്കം വരിക, ടോൺസിൽസിന് വീക്കം വന്നിട്ട് വലുതാവുക, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം.